ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തൃശൂരിലെത്തും. കർശന സുരക്ഷയിൽ തൃശൂർ നഗരം. SDPIയുടെ വോട്ട് തള്ളാതെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. യഥാർത്ഥ വിശ്വാസികളൊക്കെ തങ്ങളുടെ കൂടെയാണ്. CC മുകുന്ദൻ വർഗവഞ്ചകനാണെന്നും ബിനോയ് വിശ്വം. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ ഉല്ലൂരിൽ നടന്നെന്ന് LDF സ്ഥാനാർത്ഥി K. രാജൻ. പാഴായിപ്പോയ 10 വർഷങ്ങളാണ് ഉല്ലൂരിനെ സംബന്ധിച്ച് കടന്നുപോയതെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത്. കോൺഗ്രസിനെതിരെ ഗുരുതരാരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായ തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസ് വീണ്ടും തിരിച്ച് കോൺഗ്രസിലേക്ക്. KPCC നേതൃത്വത്തിന് ഖേദം അറിയിച്ചതിനെ തുടർന്നാണ് ലാലി ജെയിംസിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്തത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മലപ്പുറം തിരൂരിൽ തുടരുന്നു. പ്രതിനിധി സമ്മേളനം നാളെ സമാപിക്കും. വിശ്വാസ തീവ്രതയിൽ വിശുദ്ധ വാരാചരണത്തിനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. ഓശാന ഞായർ ദിനത്തിൽ ഭക്തി നിർഭരമായി കുരുത്തോല പ്രദക്ഷിണം. ഭൂമിയിലെ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം നാളെ. പൂരപ്പങ്കാളികളാകുന്നത് 24 ക്ഷേത്രങ്ങൾ. കൂട്ടിയെഴുന്നള്ളിപ്പ് ചൊവ്വാഴ്ച പുലർച്ചെ. വിശദാംശങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തൃശൂരിലെത്തും. കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി സുരാജ് റോഡിൽ നിന്നും അഭിജിത്ത് ചേരുന്നു. അഭിജിത്ത്, കേൾക്കാമോ? ഹലോ. ഹലോ. പ്രചരണത്തിന്റെ ഭാഗമായി പാലക്കാടായിരുന്നു അദ്ദേഹം. ആ പാലക്കാട് പ്രചരണത്തിനും ജനങ്ങളെ അഭിസംബോധന ചെയ്തതിനു ശേഷം ഇപ്പോൾ അവിടെ നിന്നും തിരിച്ച് ഏതാനും മിനിറ്റുകൾക്കകം കുട്ടനെല്ലൂരിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും. അവിടുന്ന് റോഡ് മാർഗം തൃശൂർ ജനറൽ ആശുപത്രി പരിസരത്തേക്ക് എത്തും. അവിടെ BJP നേതാക്കളും അതുപോലെ തന്നെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും NDA സ്ഥാനാർത്ഥികളും എല്ലാം ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. തുടർന്ന് പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിൽ വലിയ സുരക്ഷയോടുകൂടി തന്നെ അദ്ദേഹം സ്വരാജ് റൗണ്ടിലൂടെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഏകദേശം ഒരു 900 മീറ്ററിൽ അധികം ദൂരത്ത് റോഡ് ഷോയായി അദ്ദേഹം ജനങ്ങളെ കാണും. എന്തായാലും വലിയ ആവേശത്തിലാണ് തൃശ്ശൂർ ഇപ്പോൾ. അതേസമയം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ചൂട് കാരണമൊക്കെ ആവാം കഴിഞ്ഞ ഏറ്റവും ഒടുവിലായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം തൃശ്ശൂരിൽ എത്തുമ്പോൾ ഉണ്ടായ ഒരു ജനപങ്കാളിത്തം ഇപ്പോൾ ഈ ഒരു നിമിഷം നമുക്ക് അത്രത്തോളം ജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം കാലാവസ്ഥയുടെ ഒരു പ്രതികൂലമായ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാലാകാം. എന്നാൽ നഗരത്തിലേക്ക് ജില്ലയ്ക്ക് പുറത്തും മറ്റു ഭാഗങ്ങളിൽ നിന്നെല്ലാം വലിയ രീതിയിൽ അണികൾ തങ്ങളുടെ നേതാവിനെ, അതായത് പ്രധാനമന്ത്രിയെ കാണാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വരാജ് റൗണ്ടിന്റെ പല ഭാഗങ്ങളിലും അത്യാവശ്യം ആളുകളൊക്കെ തന്നെ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഈ സാധാരണക്കാർ മുതൽ നേതാക്കന്മാർ വരെയുണ്ട്. കാരണം പ്രത്യേക SPGയുടെയും മറ്റ് പോലീസിന്റെയൊക്കെ പ്രത്യേകമായ സുരക്ഷാ ക്രമീകരണങ്ങൾക്കകത്താണ് ഈ റോഡ് ഷോ നടക്കുന്നത് എന്ന് ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ ട്രയൽ റൺ അടക്കം നടത്തി കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്കടക്കം ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. ഉച്ച മുതൽ തന്നെ ആളുകളെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് റൗണ്ടിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ആളുകളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സമയം നിശ്ചയിച്ച പ്രകാരം 4:10 അദ്ദേഹം കുട്ടനെല്ലൂരിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും. അതിനുശേഷം റോഡ് മാർഗമാണ് ജനറൽ ആശുപത്രി പരിസരത്തേക്ക് എത്തുക. ഏതാണ്ട് 20 മിനിറ്റാണ് സമയം പറഞ്ഞിരിക്കുന്നത് റോഡ് ഷോയ്ക്ക്.
ആയിട്ട് റോഡ് ഷോയിലൂടെ അദ്ദേഹം ജനങ്ങളെ കാണുന്നതിനായിട്ട് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും അതിൽ കൂടുതൽ ഒരുപക്ഷെ സമയം എടുത്തേക്കാമെന്ന് കരുതാം. കാരണം വളരെ വേഗത കുറച്ച് വളരെ സ്ലോയിലായിരിക്കും അദ്ദേഹം ഈ ഇരുഭാഗങ്ങളിലും ഇരുഭാഗങ്ങളിലുമായിട്ട് അണിനിരക്കുന്ന പ്രവർത്തകരെയും മറ്റും കണ്ട് ഈ സ്ഥാനാർത്ഥിയും വാഹനത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് തൃശ്ശൂർ സംബന്ധിച്ച് നമുക്കറിയാം കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച BJPയുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലം കൂടിയാണ് തൃശ്ശൂര്. അതിൽ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാൽ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ മത്സരിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി പത്മജയ്ക്കൊപ്പം ഉണ്ടാകുന്നു എന്നുള്ളൊരു സവിശേഷത കൂടിയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആകാംക്ഷയും ആവേശവുമാണ് ഇപ്പോൾ ഈ BJP പ്രവർത്തകരെയും NDA പ്രവർത്തകരെയും സംബന്ധിച്ച് തൃശ്ശൂർ മണ്ഡലത്തിലുള്ളത്. വലിയ രീതിയിൽ അവർ മോദിയെ വരവേൽക്കാൻ തന്നെ തയ്യാറായി കഴിഞ്ഞ് നിൽക്കുകയാണ്. പ്രത്യേകം സജ്ജമാക്കിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർ പ്രിയ നേതാവിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒപ്പം എടുത്തു പറയേണ്ട കാര്യം, കലാരൂപങ്ങൾ മോദിയെ വരവേൽക്കാൻ സജ്ജമായിട്ടുണ്ട്. ഈ റൗണ്ടിന്റെ പരിസരങ്ങളിൽ, അതായത് ബാരിക്കേഡിന് ഉള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക സ്റ്റാൻഡുകളിലായി വിവിധ നമ്മുടെ സംസ്ഥാനത്തിന്റെയും മറ്റും കലാവിരുന്ന് ഊട്ടുന്ന പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒപ്പന, അതുപോലെ തന്നെ കഥകളി, പുലിക്കളി, അങ്ങനെ അത്തരത്തിലുള്ള കലാപരിപാടികൾ ഈ ചെറിയ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അവർക്കായി. അപ്പം അത്തരത്തിലുള്ള കലാപ്രകടനങ്ങളിലും ഈ ഒരു സമയം അദ്ദേഹത്തിനെ വരവേൽക്കാനായിട്ട് സജ്ജമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ജില്ലയ്ക്ക് പുറത്തും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള നിരവധി പ്രവർത്തകരും അണികളും ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വാദ്യമേളങ്ങളുടെ കാണാം, പ്രവർത്തകരൊക്കെ തന്നെ ആവേശത്തിൽ BJPയുടെ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന്. എന്തായാലും വലിയ രീതിയിൽ ഒരു 2024 ശേഷം അദ്ദേഹം തൃശ്ശൂർ നഗരത്തിലെത്തുമ്പോൾ അത്രയധികം ആവേശത്തിലാണ് ജനങ്ങളും അതുപോലെ തന്നെ പ്രത്യേകിച്ച് NDA ക്യാമ്പ്. കാരണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ NDAക്ക് ഒരു സീറ്റ് അത് തൃശ്ശൂരിൽ നിന്നാവണം. പ്രത്യേകിച്ച് നമുക്കറിയാം കേന്ദ്രമന്ത്രി കൂടി തൃശ്ശൂരിന്റെ MP കൂടിയായ സുരേഷ് ഗോപി ഈ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് താമര വിരിയിച്ചു. ആ ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ MLAയും ഉണ്ടാകണമെന്നുള്ളൊരു വലിയ രീതിയിലുള്ള വാശിയോടുകൂടിയ പ്രവർത്തനവും പ്രചരണവുമാണ് ഈ കാലയളവിലടക്കം, ഇപ്പോൾ ചുരുങ്ങിയ കാലയളവിനടക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ്. അവർ കൃത്യമായി കണക്കുകൂട്ടലിലാണ്. കാരണം ലോക്സഭയിലടക്കം അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില വോട്ടിന്റെ എണ്ണത്തിലടക്കമാണ് അവർ കണക്കാക്കി വെച്ചിട്ടുള്ള പ്രചരണമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വീടാന്തരം കയറിയുള്ള പ്രചരണങ്ങൾക്കും ഒരു പക്ഷേ മറ്റു പാർട്ടികളെ ഗോദയിൽ ഇറങ്ങും മുമ്പ് തന്നെ അവർ സൈലന്റ് ആയിട്ടുള്ള പ്രചരണം അടക്കം നടത്തിയിരുന്നു. അതും പത്മജയ്ക്ക് കൃത്യമായി പത്മജയെ മുന്നിൽ കണ്ട് ആദ്യ സമയത്ത് MD രമേശ് അടക്കമുള്ളവരെ മുന്നിൽ കണ്ടിരുന്നെങ്കിൽ പോലും പിന്നീട് അത് പത്മജയിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുകയായിരുന്നു. അത് ഏകദേശം ഉറപ്പായി എന്ന് കണ്ട അപ്പോൾ മുതൽ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പത്മജയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ മണ്ഡലത്തിൽ കൃത്യമായ രീതിയിലുള്ള പ്രചരണം നടത്താൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു ആത്മവിശ്വാസം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിന് പുറമെയാണ് ഇപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രി കൂടി തൃശ്ശൂർ മണ്ഡലത്തിലെത്തി വോട്ട് തേടുന്നു എന്നുള്ളതും ഒരു പ്രത്യേകമായ ഊർജം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ NDA ക്യാമ്പിന് തൃശ്ശൂർ മണ്ഡലത്തിൽ നൽകുന്നുണ്ട്. അപ്പം വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് ഇതിലൂടെ അവർക്ക് കൈവരുന്നതും. കാരണം ഇപ്പോൾ നിലവിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിലവിൽ കേന്ദ്രമന്ത്രി കൂടിയായ MP തൃശ്ശൂരിന് സ്വന്തമായി BJPക്കുണ്ട്. അപ്പോൾ അതേ സ്ഥലത്ത് തന്നെ അത്രയും അധികം ആത്മവിശ്വാസത്തിലാണ് അവർ ഈ ഒരു തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ തൃശ്ശൂർ നഗരം സജ്ജമാണ്. 14,000-ലധികം പോലീസ് സുരക്ഷാ വലയത്തിലാണ് ഈ ഒരു റോഡ് ഷോ നടക്കുന്നത്. എന്തായാലും ഈ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെയും NDA സ്ഥാനാർത്ഥികളും ഈ ഒരു അവസരത്തിൽ അദ്ദേഹവുമായി ഒരു ചെറിയ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമായും പത്മജിയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവരാവും അദ്ദേഹത്തിനൊപ്പം വണ്ടിയിൽ ഉണ്ടാകുക എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വലിയ രീതിയിൽ നഗരവും അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ഈ ഒരു സ്വരാജ് റൗണ്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു
എന്ന് പറയേണ്ടി വരും. കാരണം പല ദിക്കുകളിൽ നിന്നായിട്ടാണ് പ്രത്യേകമായി സുരക്ഷാ ക്രമീകരണ ഭാഗങ്ങളായി MG റോഡിലൂടെയും അതുപോലെ തന്നെ MO റോഡിലേക്കും മറ്റുമാണ് സ്വരാജ് റോഡിലേക്ക് പ്രധാനമായും പ്രവേശിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരങ്ങളിലുള്ള സ്ഥലങ്ങളിലൂടെ അവർ പ്രത്യേകമായി ബാരിക്കേഡുകൾക്കപ്പുറം നിന്നുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെ കാണാനുള്ള സൗകര്യമാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം കുട്ടനെല്ലൂർ എത്തും. അതിനുശേഷം റോഡ് മാർഗമാകും സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക. രാജേഷ്. ഓക്കെ. നേരത്തെ അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ കനത്ത ചൂടാണ്. അതുപോലെ തന്നെ നഗരത്തിലേക്കുള്ള വഴികളെല്ലാം അടച്ചു കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് തോന്നുന്നു. NDA പ്രവർത്തകർ തീർച്ചയായും എത്തിച്ചേരും. എന്തായാലും ഒരു കാര്യം ചോദിക്കട്ടെ, ഇദ്ദേഹത്തിന്റെ ഇനി NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇതിലും വലിയൊരു നേതാവിനെ തൃശ്ശൂരിൽ സന്ദർശിക്കാനില്ല. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി നഗരത്തിലെത്തുമ്പോൾ ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉയർത്തി പറയുക അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? എടുത്തു പറയേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ വരവോടുകൂടി അത് കേവലം ഒരു തൃശ്ശൂർ മണ്ഡലം മാത്രം ലക്ഷ്യമാക്കിയല്ല അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള പ്രചരണ ചൂട് അല്ലെങ്കിൽ ആവേശം ഇരട്ടിപ്പിക്കാൻ വേണ്ടി ആണ് ഈ ഒരു റോഡ് ഷോ അടക്കം അദ്ദേഹത്തിന് വരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ, സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ BJPക്ക് ലോക്സഭയിലേക്ക് ഒരു MBA സമ്മാനിച്ച തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ആ ഒരു വോട്ട് പ്രതീക്ഷയും അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ പിന്നിലുള്ള വോട്ടും എല്ലാം കൂടി കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇക്കുറി അവർ മത്സര രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതായത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ A+ മണ്ഡലം കൂടിയാണ് തൃശ്ശൂര്. അപ്പൊ ഇതിന് പുറമെ പാലക്കാട് മണ്ഡലവുമുണ്ട്. അപ്പൊ ശോഭാ സുരേന്ദ്രനാണ് അവിടെ മത്സരിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളിലാണ് ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, അവിടെ മാത്രമാണ് പ്രസംഗം ഉണ്ടായത്. അത് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. ഇവിടെ പ്രസംഗമൊന്നുമില്ല, കേവലം റോഡ് ഷോ മാത്രമാണുള്ളത്. ഈ ഒരു 900 മീറ്റർ അദ്ദേഹം കടന്നു പോകുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം സ്ഥാനാർത്ഥികളുമായുള്ള കൂടിക്കാഴ്ച പ്രത്യേകമായി ഉണ്ടെന്ന് പറയുമ്പോഴും അത് ഒരുപക്ഷെ ഈ ഒരു സ്വീകരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഈ ഒരു റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേവലം മിനിറ്റുകൾക്ക് മാത്രമേ ഈ ഒരു 13 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുമായി ഒരു കൂടിക്കാഴ്ച നടക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു ജനങ്ങളെ അഭിസംബോധന സംസാരിക്കുന്ന രീതിയിലേക്കുള്ള പരിപാടികളൊന്നും തന്നെ ഇവിടെ ഇല്ല. അത് പാലക്കാടായിരുന്നു. ആ പാലക്കാട് മണ്ഡലത്തിൽ പറയുമ്പോൾ അത് സംസ്ഥാനത്തിന് മൊത്തത്തിലുള്ള ആവേശം പകരുന്ന രീതിയിലാണ്. അവിടെ സംസാരിച്ചതടക്കം നമുക്കറിയാം. ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ആരോപണങ്ങളടക്കം പാലക്കാട് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. LDF സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയിട്ടുണ്ട്. കാരണം വലിയ രീതിയിലുള്ള കടക്കണിയിലേക്ക് സംസ്ഥാനത്തെ കടത്തിവിട്ടു എന്നുള്ളത് അടക്കമുള്ള ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരെ അദ്ദേഹം പാലക്കാട് ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ UDF-ഉം LDF-ഉം തമ്മിലുള്ള BJPയെ പരാജയപ്പെടുത്താനുള്ള ഡീൽ സംബന്ധിച്ച ആരോപണവും പാലക്കാട് പ്രചരണത്തിന്റെ ഭാഗമായി അദ്ദേഹം ഉയർത്തിക്കാട്ടുകയുണ്ടായി. അപ്പൊ അത്തരത്തിൽ LDF-നെയും UDF-നെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രസംഗം അദ്ദേഹം അവിടെ നടത്തി കഴിഞ്ഞു. ഇവിടെ കേവലം തൃശ്ശൂരിനപ്പുറത്തേക്ക് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലേക്കും ഒക്കെയുള്ള NDA സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അറിയിച്ച ആവേശം, അതായത് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി അടക്കം സംസ്ഥാനത്തെത്തിയുള്ള പ്രചരണത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ്. അത് എന്റെ പ്രധാന ഘടകം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യത കാണുന്ന അല്ലെങ്കിൽ വിജയിക്കും എന്ന് ഉറപ്പ് ഉള്ള BJPയുടെ 2 മണ്ഡലങ്ങളിൽ ഒന്ന് തൃശ്ശൂരാണ്, ഒപ്പം തന്നെ പാലക്കാടുമാണ്. ഈ 2 മണ്ഡലങ്ങളിൽ അവർ അത്രമേൽ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇനിയും ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക്, കാരണം നമുക്കറിയാം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം മത്സരിക്കുന്ന മണ്ഡലങ്ങൾ നിലനിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയാണ്. ഒരുപക്ഷെ അദ്ദേഹം അമിത്ഷായും അതുപോലെ പ്രധാനമന്ത്രി അടക്കം ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ അവിടെ 4 മറ്റോ തിരുവനന്തപുരത്തേക്ക് ഒരുപക്ഷെ പ്രധാനമന്ത്രി എത്തിയേക്കും. അപ്പം പ്രധാനമന്ത്രി ആദ്യം ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ അത്രയും ചിന്തിച്ചാൽ മതി. കാരണം ഏറ്റവും പ്രാധാന്യമുള്ള 2 മണ്ഡലങ്ങൾ പാലക്കാടും തൃശ്ശൂരുമാണ്. ആ ഒരു വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിലും അതുപോലെ തന്നെ സംസ്ഥാനത്താകെയുമുള്ള NDA സ്ഥാനാർത്ഥികൾക്ക് അത്രമേൽ ആവേശം പകരാൻ വേണ്ടി പ്രധാനമന്ത്രി എത്തുന്നത്. ഈ അദ്ദേഹത്തിന്റെ സന്ദർശനത്തോടെയും അവിടെ നടത്തിയ ചില പരാമർശങ്ങളിലൂടെയൊക്കെ ആ ഒരു എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് സമാഹരിച്ചുകൊണ്ട് വിജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം, സുരേഷ് ഗോപിയുടെ പലകുറി അദ്ദേഹം മത്സരിക്കുന്നു. കഴിഞ്ഞ നിയമസഭയിലടക്കം മത്സരിക്കുന്നുണ്ടായിരുന്നു. ലോക്സഭയിലേക്ക് എത്തുമ്പോൾ വീണ്ടും
അദ്ദേഹം കടുത്ത മത്സരം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഒരുപക്ഷെ NDA ക്യാമ്പ് പോലും പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉയരുന്നു. അപ്പോൾ കേവലം 27,000-ൽ പരം വോട്ടുകൾ മാത്രം പ്രതീക്ഷിച്ചിരുന്ന NDA ക്യാമ്പിന് സുരേഷ് ഗോപിയുടെ വിജയം സമ്മാനിച്ചത് 3.25 ലക്ഷത്തോളമാണ്. 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം അത്രമേൽ സ്വാധീനം ചെലുത്താൻ ലോക്സഭാ മത്സരത്തിൽ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് തൃശ്ശൂരിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്. പല നിയമസഭാ മണ്ഡലങ്ങളിലും ബഹുഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്കായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. അതായത് ഇടതു കോട്ടകളുടെയും വലതു കോട്ടകളുടെയും എല്ലാം തന്നെ മണ്ഡലങ്ങളിൽ പോലും BJP ആധിപത്യം സ്ഥാപിച്ചാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കേവലം അറിയാം ഒരു കോർപ്പറേഷന്റെ വലിപ്പം പോലും ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിനില്ല. കാരണം 48-ൽ പരം കോർപ്പറേഷൻ ഡിവിഷനുകൾ മാത്രം ഉൾപ്പെട്ടതാണ്. അതായത് 56 ഡിവിഷനുകളുള്ള കോർപ്പറേഷനിൽ കേവലം 50-നടുത്ത് മാത്രം ഡിവിഷനുകൾ അടങ്ങിയതാണ് തൃശ്ശൂർ നിയോജക മണ്ഡലം എന്നുള്ളത്. അതായത് ഒരു മേയർ ഇരിക്കുന്നതിനെക്കാട്ടിലും ചുരുങ്ങിയ കൗൺസിൽ ഡിവിഷനുകളിലേക്ക് ഉള്ള ഒരു നിയോജക മണ്ഡലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ഡലത്തിൽ കൃത്യമായ വോട്ടുകൾ സമാഹരിച്ച് ലോക്സഭയിൽ ഉണ്ടാക്കിയ വോട്ടുകളെല്ലാം തന്നെ സമാഹരിച്ച് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു വിജയം BJPയുടെ ഒരു വിജയം. ഓക്കെ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തൃശൂർ നഗരത്തിൽ എത്തിച്ചേരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളോടെ പോലീസ് എല്ലാവരും നിലയുറപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ NDA പ്രവർത്തകരുണ്ട്, എന്താ പറയേണ്ടത്, എല്ലാ വോട്ടേഴ്സുമുണ്ട്. തൃശ്ശൂർ വളരെ ശക്തമായ ജനപങ്കാളിത്തമുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ നൽകിയത് അഭിജിത്ത് തലച്ചിറയാണ്. മറ്റു വാർത്തകളിലേക്ക്. SDPIയുടെ വോട്ട് തള്ളാതെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. യഥാർത്ഥ വിശ്വാസികളൊക്കെ തങ്ങളുടെ കൂടെയാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികളുടെ ഐക്യനിരയാണ്. അത് എല്ലാ വർഗീയതയ്ക്കും എതിരാണ്. എല്ലാ മനുഷ്യസ്നേഹികളും മതേതരവാദികളും യഥാർത്ഥ മതവിശ്വാസികളും അണിചേരേണ്ടത് LDFന്റെ കൂടെയാണ്. എല്ലാ മതത്തിലും പെട്ട യഥാർത്ഥ വിശ്വാസികളുമായി LDFന് സഖ്യവും ഐക്യവുമുണ്ട്. മതതീവ്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയ്ക്കൊപ്പവും തങ്ങളില്ല. യഥാർത്ഥ ഡീൽ കോൺഗ്രസും BJPയും തമ്മിലാണ്. കൈപ്പത്തിയും താമരയും ഒരുപോലെയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഉത്സവ പറമ്പുകളിൽ മാല പൊട്ടിച്ചോടുന്ന കള്ളൻ മുൻപിലേക്ക് നോക്കി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറയുന്നത് പോലെയാണ് കോൺഗ്രസ് എന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു. CPI വിട്ട CC മുകുന്ദൻ വർഗവഞ്ചകനാണെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. മത്സരത്തിന്റെ ഈ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് കലാപത്തിന്റെ കൊടി പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആ പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്നത് ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, 4 ആളോട് ചുരുങ്ങിയത് ഇപ്പോൾ ഇന്നത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കമ്പോള നിലവാരപ്രകാരം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഉത്പാദനം തന്നെ കാത്തിരിക്കുന്നവർ ഇപ്പോൾ ആ പാർട്ടിക്കകത്ത് 4 പേരുണ്ട്. നാളെ അത് 5 ആകാം, പിന്നെ 6 ആകാം. ഈ ഗതികെട്ട അവസ്ഥയെപ്പറ്റി ഏറ്റവും ബോധ്യമുള്ളത് അവർക്കാണ്. അതുകൊണ്ടാണ് അവർ ഇതുപോലെയുള്ള പുകമറ പരത്തിക്കൊണ്ട് യഥാർത്ഥ പ്രശ്നം മുടിവെക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ ഏർപ്പെട്ടിരിക്കുന്നത്. LDF ഉറപ്പിച്ചു പറയുന്നു, എല്ലാ മതേതരവാദികളും എല്ലാ മനുഷ്യസ്നേഹികളും എല്ലാ യഥാർത്ഥ മതവിശ്വാസികളും അണിചേരേണ്ടത് LDFന്റെ കൂടെയാണ്. അതല്ലാത്തവരെല്ലാം ആ ഭാഗത്തായിരിക്കും. അതുകൊണ്ടാണ് മതതീവ്രവാദം പറയുന്ന എല്ലാ ശക്തികളെയും ഞങ്ങൾ അപ്പുറത്ത് കാണുന്നത്. ഞങ്ങൾ വീണ്ടും പ്രഖ്യാപിക്കുന്നു, എല്ലാ മതങ്ങളിലും പെട്ട യഥാർത്ഥ വിശ്വാസികളുമായി LDFന് സഖ്യമുണ്ട്, ഐക്യമുണ്ട്. ഈ സമരത്തിൽ ഞങ്ങൾ അവരെല്ലാം കാണുന്നത് ഞങ്ങളുടെ സ്വാഭാവിക ബന്ധുക്കളായിട്ടാണ്. നാച്ചുറൽ അലൈസാണ് അവർ. ആ ബന്ധമുണ്ട് LDFന്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഒല്ലൂരിൽ നടന്നതെന്ന് LDF സ്ഥാനാർത്ഥി K. രാജൻ. ഭരണവിരുദ്ധ വികാരത്തിന്റെ ലാഞ്ചന പോലും സംസ്ഥാനത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. LDFന്റെ വികസനക്ഷേമ രാഷ്ട്രീയത്തിനൊപ്പം വോട്ടർമാർ നിലയുറപ്പിക്കുമെന്നും K. രാജൻ കൂട്ടിച്ചേർത്തു. ഒല്ലൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ശ്രീ K. രാജൻ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹം പ്രചരണത്തിന്റെ തിരക്കിലാണ്. ഇപ്പോൾ മരോട്ടിച്ചാല മേഖലയിലാണ് നമ്മളുള്ളത്. മലയോര മേഖലയിലൂടെയാണ് സഞ്ചാരം. എന്താണ് ജനങ്ങളുടെ ഒരു പൾസ്? വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ്. മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷകരമായ കാര്യം അവരെല്ലാം പട്ടയം കയ്യിൽ കിട്ടി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പട്ടയ വിതരണം പൂർത്തിയായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ UDFന്റെ ഗവൺമെൻറ്റുള്ള കാലത്ത് 2011-നും 2016-നും ഇടയിൽ
18 പട്ടയങ്ങൾ മാത്രമാണ് ഈ മണ്ഡലത്തിലാകെ വിതരണം ചെയ്തത്. അതും ഞങ്ങൾ സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഈ വില്ലേജിൽ ഒരേ ഒരാൾക്കേ പട്ടയം കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം മലയോര മേഖലയിൽ മാത്രം 3000-ലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി. ഈ സംസ്ഥാന സർക്കാരിൽ പങ്കാളിയായിരുന്ന ഒരാൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തെ അതിനെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം എന്നൊന്ന് ഇല്ല എന്ന് തന്നെ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും പഞ്ചായത്തുകളിൽ അതും വാർഡുകളിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ മേലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും തൃശ്ശൂർ ജില്ല വലിയ മുന്നേറ്റം LDF തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജില്ലയാണ്. എന്തായാലും കടുത്ത ചൂടാണ്, ഓരോ ദിവസവും ഇങ്ങനെ ഡിഗ്രി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടുത്ത ചൂടിനെ അവഗണിച്ച് എങ്ങനെയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്? ഇതൊക്കെ ഒരു ഇച്ഛാശക്തിയാണ്. ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ഉള്ളിൽ ഉയർന്നു വരികയാണ്. ജനങ്ങളെ കാണുക, തുടർച്ചയായിട്ട് രംഗപ്രവേശം ഇങ്ങനെ ചെയ്യുക. ഞങ്ങളെല്ലാവരും ഫീൽഡിൽ നിന്ന് സമരം ചെയ്തവരാണ്. അടച്ചിട്ട മുറികൾക്കകത്തല്ല, നല്ല ഫീൽഡിൽ നല്ല ചുട്ടുപൊള്ളുന്ന ടാറിങ്ങനെ ഉരുകി ചന്തി പിടിക്കുന്ന നല്ല സ്ഥലത്ത് സമരം ചെയ്തും അടികൊണ്ടും ജയിലിൽ പോയും ഈ വെയിലൊക്കെ ഒരു പൂനിലാവായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞത് സമരനായകന്മാർ പൊതു സമൂഹത്തിൻ്റെ തിളച്ചു പൊള്ളുന്ന യാഥാർത്ഥ്യത്തിലാണ് ഉണ്ടാവുക. അവർക്ക് വിശ്രമത്തിൻ്റെ പ്രശ്നമില്ല, അങ്ങനെ അങ്ങ് പോയിക്കോളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും. പാഴായിപ്പോയ 10 വർഷങ്ങളാണ് ഉല്ലൂരിനെ സംബന്ധിച്ച് കടന്നുപോയതെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത്. വികസന രംഗത്ത് വാചക കസർത്ത് മാത്രമാണ് നടക്കുന്നത്. UDFന്റെ ഉറച്ച മണ്ണായ ഉല്ലൂർ ഇത്തവണ തിരിച്ചുപിടിക്കും. ജനകീയ വിഷയങ്ങളിൽ താൻ നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് വോട്ടർമാരുടെ അംഗീകാരം ലഭിക്കുമെന്നും അദ്ദേഹം TCBയോട് പറഞ്ഞു. ഒല്ലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ശ്രീ ഷാജി കോടങ്കണ്ടത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണത്തിന്റെ തിരക്കിലാണ് അദ്ദേഹം ഉള്ളത്. ആ പ്രചരണ രംഗത്തെ വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ദീർഘകാലം മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയായപ്പോഴുള്ള ഈ ഇലക്ഷന്റെ ഒരു പ്രചരണ രീതികൾ? അല്ല, ഒല്ലൂര് ഞാൻ കഴിഞ്ഞ 15 വർഷക്കാലമായി ഒരുപാട് കാര്യങ്ങളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. ഇപ്പോൾ മണ്ണത്തി വടക്കഞ്ചേരി ദേശീയപാതയ്ക്ക് വേണ്ടി 8 വർഷം മുമ്പ് കേസ് നടത്തി അശാസ്ത്രീയ നിർമ്മാണം തൊട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ പട്ടണമുടി കോടതി പാലം, പീച്ചിയിലെ KFR ഭൂഗർഭ കേബിള്, മണലിപ്പുഴത്തെ ചെക്ക് ഡാം, പിന്നെ ഈ ഷൂട്ടിംഗ് റേഞ്ച്, അതുപോലെ നിരവധി വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒല്ലൂർ നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാൻ സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പുതുമുഖമല്ല. ഒല്ലൂരിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒല്ലൂരിൽ ജയിക്കുന്ന മുന്നണി കേരളം ഭരിക്കുന്നതാണ് ഇതുവരെയുള്ള ചരിത്രം. അത് ഇപ്രാവശ്യം ആവർത്തിക്കും. എന്താ സംശയം? ഒല്ലൂർ UDF ജയിക്കും, കേരളം UDF ഭരിക്കും. അപ്പോൾ ഇവിടെ പ്രശ്നം കഴിയൂല. അപ്പോൾ അതിലൊരു സംശയമില്ല. പിന്നെ കോൺഗ്രസിന്റെ മണ്ണാണത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടത്തറയായാലും മടക്കത്തറയൊക്കെ LDF ഭരണം നിലനിർത്തിയിട്ടുണ്ട്. ആ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സൂചികൾ എങ്ങനെയാണ് കാണുന്നത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സൂചിക്കുകയാണെങ്കിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. എന്താ കാരണം വെച്ചാൽ കോർപ്പറേഷനിലെ ഒല്ലൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേജർ വാർഡുകൾ കോൺഗ്രസ് പിടിച്ചു. പുത്തൂർ പഞ്ചായത്ത് പിടിച്ചു, പാണഞ്ചേരി പിടിച്ചു, നടത്തറ ചുണ്ടിനും കപ്പിനടക്കാൻ പോയിട്ടുള്ള ഒരു സീറ്റിനെ പോയ മാടക്കത്തറയിൽ ഞങ്ങൾ വോട്ടിംഗ് ഷെയർ കൂട്ടി. ഒരു സീറ്റുണ്ട്, 2 സീറ്റാക്കി ഒരു വോട്ടിംഗ് ഷെയർ കൂട്ടി. മറ്റേ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കിയാലും ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ നോക്കിയാലും കോൺഗ്രസ് ഈ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും, UDF ഇത് തിരിച്ചു പിടിച്ചിരിക്കും. അപ്പോൾ എല്ലാവിധ ആശംസകളും. കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായ തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസ് വീണ്ടും തിരിച്ചു കോൺഗ്രസിലേക്ക്. KPCC നേതൃത്വത്തിന് മാപ്പെഴുതി നൽകിയതിനെ തുടർന്നാണ് ലാലി ജെയിംസിനെ പാർട്ടി തിരിച്ചെടുത്തത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ലക്ഷ്യമിട്ടാണ് കോൺഗ്രസിന്റെ നീക്കം. പാർട്ടിയോട് മാപ്പ് പറഞ്ഞുവെന്ന് ലാലി ജെയിംസ് പറഞ്ഞു. അന്ന് താൻ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി നേതാക്കൾക്ക് അവമതിപ്പ് ഉണ്ടാക്കിയതിൽ തനിക്ക് ഖേദമുണ്ട്. UDF സ്ഥാനാർത്ഥി രാജൻ പല്ലനൊപ്പം കോൺഗ്രസിനായി പ്രവർത്തിക്കുമെന്നും ലാലി ജെയിംസ് പറഞ്ഞു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ തിരിച്ചടി ഉണ്ടാകുന്ന എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് ലാലി ജെയിംസിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ നീക്കം നടന്നത്. ഞാൻ പാർട്ടി തന്നെ പുറത്താക്കിയിട്ടില്ല, സസ്പെൻഡ് ചെയ്തിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇലക്ഷൻ സമയമാണ്, UDF സർക്കാർ ഉണ്ടാകണം, ഇവിടെ UDF വിജയിക്കണം എന്നുള്ള അതിതീവ്രമായ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന രാജൻ ജെ പല്ലൻ്റെ കൂടെ ആടെ സുഹൃത്തായും ഒപ്പം നീണ്ട വർഷങ്ങൾ കൗൺസിലിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന സഹോദരന്മാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മേയർഷിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പാർട്ടിക്കോ നേതാക്കൾക്കോ എൻ്റെ പ്രസ്താവന മൂലം അവമതിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു എന്നുള്ളത് പരസ്യമായി തന്നെ ഇപ്പോൾ പറയുകയാണ്. കാരണം നമ്മുടെ പിന്നിലുണ്ടായിരുന്ന നേതാക്കൾ കെ കരുണാകരൻ പോലെ രാഷ്ട്രീയ ഭീഷ്മാചാരനായിരുന്നു അദ്ദേഹത്തെ കണ്ടുപഠിക്കണമെന്ന് പറയാറുണ്ട് അല്ലേ? അദ്ദേഹം പോലും ഡിക്കിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്.
കാരണം ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് പോലും മാപ്പ് പറയാൻ തയ്യാറായി നിന്ന കെ കരുണാകരൻ്റെ മണ്ണാണിത്, അല്ലേ? കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മലപ്പുറം തിരൂരിൽ തുടരുന്നു. പ്രതിനിധി സമ്മേളനത്തിന് മുന്നോടിയായി സിഒഎ പ്രസിഡന്റ് പ്രവീൺ മോഹൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം നാളെയും തുടരും. നാളെ സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. പൊതുസമ്മേളനം ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിന്ദു ശിവദാസ്, ജനറൽ കൺവീനർ അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും അനുസ്മരിക്കുന്ന വിശുദ്ധ വാരാചരണത്തിന് ഒരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. ഓശാന ഞായർ ആചരണത്തോടെ വിശ്വാസികൾ വിശുദ്ധ വാരാചരണത്തിലേക്ക് പ്രവേശിച്ചു. യേശു കഴുതപ്പുറത്ത് കയറി ജെറുസലേം ദേവാലയത്തിലേക്ക് രാജകീയമായി എഴുന്നള്ളിയതിന്റെ സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചത്. കുരുത്തോലകളുമേന്തി വിശ്വാസികൾ പ്രദക്ഷിണത്തിലും തിരുക്കർമ്മങ്ങളിലും പങ്കെടുത്തു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ആൻഡ്രൂസ് താഴത്തും, തൃശൂർ പുത്തൻപള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണോകാടനും, കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വ്യാഴാഴ്ച ക്രൈസ്തവ വിശ്വാസികൾ പെസഹ വ്യാഴം ആചരിക്കും. പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഓശാന ഞായർ ആഘോഷിച്ചു. തളിയക്കുളക്കരയിൽ നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിധിൻ താഴത്ത്, ഫാദർ മാത്യു തുണ്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായി. ഭൂമിയിലെ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം നാളെ. 24 ക്ഷേത്രങ്ങൾ പൂരപ്പങ്കാളികളാകും. നാളെ വൈകിട്ട് 6 മണിക്ക് ആതിഥേയരായ ആറാട്ടുപുഴ ശാസ്താവ് 15 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളും. അർദ്ധരാത്രി മന്ദാരക്കടവിൽ ആറാട്ട് നടക്കും. പിഷാരിക്കൽ ഭഗവതിയുടെ ആറാട്ടാണ് ആദ്യം. തുടർന്ന് മറ്റ് ദേവിമാരുടെ ആറാട്ടാണ്. ചൊവ്വാഴ്ച പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള തറയ്ക്കൽ പൂരം ഇന്ന് ആഘോഷിക്കും. പൂരത്തോടനുബന്ധിച്ചുള്ള പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ ചക്കംകുളം ശാസ്താവിന്റെ തിടമ്പേറ്റിയ തിരുവമ്പാടി ദേവസ്വം അർജുൻ ഒന്നാമതെത്തി. LDF ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ R. ബിന്ദു കാട്ടൂരിൽ പര്യടനം നടത്തി. വിവിധ സ്ഥലങ്ങളിൽ ഇടതുപക്ഷ പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് സ്വീകരണമൊരുക്കിയിരുന്നു. നേതാക്കളായ VR. മനോജ് കുമാർ, P. മണി, PV. വിജീഷ്, MB. പവിത്രൻ, PS. അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിൽ മണിക്കൂറുകൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നം വരച്ചത് ഇലക്ഷൻ സ്ക്വാഡ് മാച്ചു കളഞ്ഞു. പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂർ 2ാം കല്ല് പാറയ്ക്കമന റോഡിലാണ് പാർട്ടി പ്രവർത്തകർ ചിഹ്നങ്ങൾ വരച്ചത്. റോഡിന്റെ കുറച്ചു ഭാഗം മാത്രം ടാറിംഗ് നടത്തിയ സ്ഥലത്താണ് ചിഹ്നങ്ങൾ വരച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ടാറിംഗ് നടത്തിയ റോഡിൽ വൈകിട്ടാണ് പ്രവർത്തകർ ചിഹ്നം വരച്ചത്. BJP പ്രവർത്തകരുടെ പരാതിയിലാണ് ഇലക്ഷൻ സ്ക്വാഡ് നടപടിയെടുത്തത്. വാർഡ് മെമ്പർമാരായ ജോയ് മഞ്ഞളി, സതി രജീഷ്, പുതുക്കാട് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്ക്വാഡ് ചിഹ്നങ്ങൾ മായ്ച്ചത്. ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലായി വോട്ടർ പട്ടികയിൽ 85 വയസ്സ് പൂർത്തിയാക്കിയവർ വോട്ടർ പട്ടികയിലെ ഭിന്നശേഷിക്കാർ മാർക്ക് ചെയ്തത് 40% ഭിന്നശേഷിയുള്ളതുമായ വോട്ടർമാർ എന്നിവർക്ക് അപേക്ഷിച്ച പ്രകാരം വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം നാളെ മുതൽ ആരംഭിക്കും. 2 പോളിംഗ് ഉദ്യോഗസ്ഥർ, 1 മൈക്രോ ഒബ്സർവർ, പോലീസ് ഉദ്യോഗസ്ഥൻ, വീഡിയോഗ്രാഫർ എന്നിവരടങ്ങുന്ന ടീമാണ് വീടുകൾ സന്ദർശിച്ച് വോട്ടുകൾ ശേഖരിക്കുന്നത്. ജില്ലയിൽ ആകെ റിസർവ് ഉൾപ്പെടെ 192 ടീമുകൾ ഹോം വോട്ടിംഗിനായി രൂപീകരിച്ചിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും അവശരായവർക്കും വോട്ട് ചെയ്യുന്നതിന് സഹായിയെ അനുവദിക്കും. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തോട്ടം മേഖലയായ പാലപ്പിള്ളിയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് അമിതഭാരം കയറ്റിപ്പോകുന്ന ലോറികൾ അപകട ഭീഷണിയാകുന്നു.
ചരക്ക് ലോറികളിൽ പരിധിയിൽ കൂടുതൽ വിറകും തടികളും കുത്തിനിറച്ച് കൊണ്ടുപോകുന്നത് മൂലം റോഡിന് കുറുകെയുള്ള വൈദ്യുതി ലൈനുകൾ തട്ടി പൊട്ടുന്ന സംഭവം ഇവിടെ പതിവായിരിക്കുകയാണ്. ലോറികൾക്ക് മുകളിലേക്ക് അടക്കി വെച്ചിരിക്കുന്ന തടികൾ വൈദ്യുതി ലൈനുകളിൽ ഉരസുന്നത് വലിയ അപകട സാധ്യതയാണ് ഉയർത്തുന്നത്. ലൈനുകൾ പൊട്ടിവീഴുന്നത് കാൽനട യാത്രക്കാർക്കും മറ്റ് വാഹനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാണ്. ലൈനുകൾ പൊട്ടുന്നതോടെ മണിക്കൂറുകളോളം പ്രദേശത്ത് ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെടുകയാണ്. വാഹനത്തിന്റെ ഉയരപരിധി നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് പല ലോറികളും സർവീസ് നടത്തുന്നത്. രാത്രികാലങ്ങളിലാണ് ഇത്തരം നിയമലംഘനങ്ങൾ കൂടുതൽ നടക്കുന്നത്. തോട്ടമേഖലയിലൂടെ പോകുന്ന മിക്ക ലോറികളും അമിതഭാരമാണ് കയറ്റുന്നത്. ലൈനുകളിൽ തട്ടി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനും വലിയ തീപിടുത്തങ്ങൾക്കും ഇത് കാരണമാകും. മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശന പരിശോധന നടത്തി അമിതഭാരം കയറ്റുന്ന ലോറികൾക്കെതിരെ നടപടി എടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. മണലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ നേതൃത്വത്തിൽ പ്രഭാത നടത്തം സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്തു നിന്നും ആരംഭിച്ച വാക്ക് ഫോർ മണലൂരിൽ നിരവധി പേർ പങ്കാളികളായി. കോൺഗ്രസ് നേതാക്കളായ PK രാജൻ, ക്ലെമന്റ് ഫ്രാൻസിസ്, ബബിത ലിജോ, അജിത് പ്രസാദ്, സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ പ്രഭാത നടത്തത്തിന് നേതൃത്വം നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മണലൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സൈക്കിൾ സവാരി സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ സൈക്കിൾ കൂട്ടായ്മയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സൈക്കിൾ സവാരി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ്, KM ഗോപിദാസൻ, B. സനോജ് തുടങ്ങിയവർ സംസാരിച്ചു. സത്യസന്ധതയുടെയും സുതാര്യതയുടെയും അഴിമതിരാഹിത്യത്തിന്റെ മുഖമുദ്രയാണ് CC മുകുന്ദനെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. 2024 എന്റെ വിജയത്തിൽ അമ്പരന്ന് മൂക്കത്ത് വിരൽ വെച്ചവർക്ക് 2026 ആ വിരൽ അവിടെ നിന്നും എടുക്കേണ്ടി വരില്ലെന്നും നാട്ടിക മണ്ഡലത്തിൽ താമര വിരിയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. NDA തളിക്കുളം തമ്പാൻകടവിൽ സംഘടിപ്പിച്ച കുടുംബയോഗം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ, മുൻ കേന്ദ്രമന്ത്രി ഭഗവത് കുബെ, ജസ്റ്റിൻ ജേക്കബ്, സുധീഷ് മേനോത്തുപറമ്പിൽ, EP ഹരീഷ് എന്നിവരും സംബന്ധിച്ചു. നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം റോഡ് ഷോ സംഘടിപ്പിച്ചു. ശ്രീനാദേവി കുഞ്ഞമ്മ റോഡ് ഷോ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയ്കുമാർ, അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി എന്നിവർ നേതൃത്വം നൽകി. സംഘപരിവാറിന്റെ രാഷ്ട്രീയ കുതന്ത്രം പരാജയപ്പെടുത്താൻ ഇടത് ഭരണ തുടർച്ചയ്ക്ക് എതിരെ കേരളം വിധിയെഴുതണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് പാർട്ടി കുന്നംകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിൽ നിലനിർത്തി തങ്ങൾക്ക് അനുകൂലമായ സാമൂഹിക അന്തരീക്ഷം വളർത്തിയെടുക്കുവാനുള്ള സംഘപരിവാർ പദ്ധതി പരാജയപ്പെടുത്തണം. സംഘപരിവാർ നടത്തിയ നുണപ്രചരണങ്ങളെ തടയാതെ മൌനം പാലിക്കുകയും വിദ്വേഷ പ്രചാരകരെ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംഘപരിവാറിന്റെ രാഷ്ട്രീയ കുതന്ത്രത്തെ പരാജയപ്പെടുത്തുവാൻ UDF-നെ വിജയിപ്പിക്കുക എന്ന വെൽഫെയർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സമീപനത്തെ കേരള ജനത ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം, ജില്ലാ സെക്രട്ടറി CM ഷെരീഫ്, മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. അനീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പര്യടനം നടത്തി. കാട്ടൂർ, ഇല്ലിക്കാട് പരിസരത്തു നിന്നും ആരംഭിച്ച പര്യടനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ അധ്യക്ഷനായിരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സൺ, DCC സെക്രട്ടറിമാരായ KK ശോഭനൻ, ആന്റോ പെരുമ്പിള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റത്തൂർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുൻ KPCC ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. രഞ്ജിത്ത് കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്, TM ചന്ദ്രൻ, അസീസ് താണിപ്പാടം, അഗസ്റ്റിൻ ഇഞ്ചക്കുണ്ട് തുടങ്ങിയവർ സംസാരിച്ചു.
നഗരമധ്യത്തിൽ വാതക ചോർച്ചയെ തുടർന്ന് തീപിടുത്തം. വൻ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി തൃശൂർ നഗരം കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കെ KSRTC പെട്രോൾ പമ്പിന് സമീപം വാതക ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തം പരിഭ്രാന്തി പരത്തി. ഇന്നലെ രാത്രി 11ഓടെ പമ്പിന് സമീപം വാതക ചോർച്ചയുള്ളതറിയാതെ തമിഴ്നാട് സ്വദേശി സിഗരറ്റ് കത്തിക്കാൻ ശ്രമിച്ചതോടെ തീ ആളിപ്പടരുകയായിരുന്നു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റുകൾ തീ അണയ്ക്കുകയും വാതക ചോർച്ച നിർവീര്യമാക്കുകയും ചെയ്തതോടെ അപകടമൊഴിവായി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഓശാന ഞായർ തിരുകർമ്മങ്ങൾ ഭക്തി നിർഭരമായി. അടിവാരം പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഇരിങ്ങാലക്കുട രൂപത മുൻ വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട്, സഹ വികാരി ഫാദർ ജിതിൻ പുന്നശ്ശേരി എന്നിവർ സഹകാർമ്മികരായി. കുരിശുമുടിയിൽ നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് സഹവികാരി ഫാദർ ടോം പുള്ളേലിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജെയ്മോൻ ആന്റണി ഓശാന തിരുനാൾ സന്ദേശം നൽകി. പൊങ്ങണങ്ങാട് പള്ളിയിൽ ഓശാന ഞായർ ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോബി ചുള്ളിക്കാട് കാർമ്മികത്വം വഹിച്ചു. കുരുത്തോല പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ഓശാന തിരുനാളിന്റെ ഭാഗമായി അയ്യന്തോൾ സെന്റ് മേരീസ് അസംഷൻ ദേവാലയത്തിൽ കുരുത്തോല പ്രദക്ഷിണം നടത്തി. വികാരി ഫാദർ വർഗീസ് എടക്കളത്തൂർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന ഓശാന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ സഹകാർമ്മികത്വം വഹിച്ചു. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ നിശ്ചല ദൃശ്യം ഒരുക്കിയിരുന്നു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഓശാന ഞായർ ആചരിച്ചു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെയിംസ് വടുക്കൂട്ട്, സഹവികാരി ഫാദർ ജിയോ പുലിക്കൂട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ഓശാന തിരുനാൾ ആചരണം ഭക്തിസാന്ദ്രമായി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഓശാന തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. സഹവികാരിമാരായ ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാളൂർ എന്നിവർ സഹകാർമ്മികരായി. അടുപ്പൂട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് പള്ളിയിൽ ഓശാന ഞായർ ആചരിച്ചു. ചടങ്ങുകൾക്ക് ഫാദർ ഗീവർഗീസ് വർഗീസ് നേതൃത്വം നൽകി. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ ഓശാന ഞായർ ആചരിച്ചു. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി, ഡീക്കൻ ജോബി കൊടയാറ്റുകുഴി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായുള്ള 40-ലധികം ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്രിയേറ്റീവ് നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് മറ്റത്തൂർ ചുങ്കാലിലുള്ള ഫോട്ടോ മ്യൂസിയം ആർട്ട് ഗാലറിയിൽ തുടക്കമായി. പ്രകൃതിയുടെയും വന്യജീവികളുടെയും അതുല്യ സൗന്ദര്യം ആവിഷ്കരിച്ചിട്ടുള്ള പ്രദർശനത്തിൽ 41 ഫോട്ടോഗ്രാഫർമാരുടെ 52 ചിത്രങ്ങളാണ് ഉള്ളത്. പ്രകൃതിയുടെ വൈവിധ്യവും സൗന്ദര്യവും അതിന്റെ തനിമയോടെ കാഴ്ചക്കാരിലേക്ക് പകർന്നു നൽകുന്നതാണ് ചിത്രങ്ങളെല്ലാം തന്നെ. വനാന്തരങ്ങളിലെ അപൂർവ കാഴ്ചകൾ, പക്ഷികളുടെ സ്വാഭാവിക പെരുമാറ്റങ്ങൾ, വന്യജീവികളുടെ ജീവിതചക്രത്തിലെ നിമിഷങ്ങൾ, പച്ചപ്പിന്റെ സമൃദ്ധി, ജലാശയങ്ങളുടെ ശാന്തത, മലനിരകളുടെ മനോഹാരിത എന്നിവയെല്ലാം പ്രേക്ഷകർക്ക് നിശബ്ദമായി അനുഭവവേദ്യമാക്കുന്നതാണ് പ്രദർശനം. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധവും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും പ്രദർശനം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഫോട്ടോ മ്യൂസിയം ഡയറക്ടറുമായ പ്രവീൺ പി മോഹൻദാസ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മ്യൂസിയം ക്യൂറേറ്ററും സ്ഥാപക ട്രസ്റ്റിയുമായ ഡോക്ടർ ഉണ്ണി പുളിക്കൽ, മ്യൂസിയം മാനേജർ ശ്രീനി പുല്ലരിക്കൽ എന്നിവർ സംസാരിച്ചു. 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം സൗജന്യമായി കാണാവുന്നതാണ്. TCV ന്യൂസ്, കൊടകര.
കുന്നുകുളം നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി. കാണിപ്പയൂർ മാന്തോപ്പ് സെന്ററിൽ നടന്ന പര്യടന പൊതുയോഗം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കുന്നുകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, DCC ജനറൽ സെക്രട്ടറി K ജയശങ്കർ, കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VK രമേശ്, ലീഗ് നേതാവ് മോനൂട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ തേവർ പള്ളിയോടത്തിൽ പുഴ കടന്നു. ഗ്രാമപ്രദക്ഷിണം ഇനി കിഴക്കേക്കരയിൽ. ഇന്നലെ വൈകിട്ട് തേവർ സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടന്ന് കിഴക്കേക്കരയിലെത്തി. പള്ളിയോടത്തിൽ ചേങ്ങില വെച്ച് തേവരുടെ തിടമ്പ് ഘടിപ്പിച്ച കോലം അതിന് മുകളിൽ വെച്ച് മുന്നിൽ കുത്തുവിളക്ക് വെച്ച് കിഴക്കേക്കരയിലേക്ക് പുറപ്പെട്ടു. തൃക്കോൽ ശാന്തി രതീഷ് എമ്പ്രാന്തിരി ഓടം തുഴഞ്ഞു. കൂടശാന്തി കോലം പിടിച്ചു. മാരാന്മാർ ഇരുകരകളിൽ നിന്ന് മാറി മാറി ശംഖനാദം മുഴക്കി. കിഴക്കേക്കരയിലെത്തിയ തേവരുടെ കോലം മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചു വെച്ചപ്പോൾ ആമലത്ത് തറവാട്ടുകാർ ആദ്യ പറ നൽകി. തുടർന്ന് കിഴക്കേ നടപ്പൂരം ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ BJPയും കോൺഗ്രസും തമ്മിലാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കയ്പമംഗലം നിയോജകമണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി KK വത്സരാജന്റെ വികസന രേഖയുടെയും പ്രകടന പത്രികയുടെയും പ്രകാശനം ശ്രീനാരായണപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK വത്സരാജ്, LDF നേതാക്കളായ KB രാജേന്ദ്രൻ, KG ശിവാനന്ദൻ, K ശ്രീകുമാർ, മുഹമ്മദ് ചാമക്കാല തുടങ്ങിയവർ പങ്കെടുത്തു. ചാലിശ്ശേരി അടിമന പാടശേഖരത്ത് താറാവുകൾ തീറ്റ തേടിയെത്തിയത് ഗ്രാമത്തിന് അപൂർവ കാഴ്ചയാകുന്നു. 10,000-ത്തോളം താറാവുകളാണ് കഴിഞ്ഞ 10 ദിവസമായി ചാലിശ്ശേരി അടിമന പാടത്ത് തമ്പടിച്ചിരിക്കുന്നത്. വെള്ളയും തവിട്ടും നിറങ്ങളിൽ ഏകദേശം 67 ദിവസം പ്രായമുള്ള താറാവുകൾ വേനലിന്റെ കാഠിന്യത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാൻ കൂട്ടത്തോടെ കാവുക്കോട് പാലം തോട്ടിലെ വെള്ളത്തിലിറങ്ങി നീരാടുന്നത് മനോഹര കാഴ്ചയാണ്. കിലോമീറ്ററുകളോളം നീളുന്ന കൂട്ടയാത്രയും ഒരേ താളത്തിൽ നീന്തിക്കുളിക്കുന്നതും വഴിയാത്രക്കാർക്കും കൗതുകമാണ്. പാലക്കാട് കണ്ണാടി പന്നിക്കോട് സ്വദേശി സുദേവനാണ് കഴിഞ്ഞ 25 വർഷമായി താറാവുകളുമായി ചാലിശ്ശേരിയിലെത്തുന്നത്. തിരുവല്ല സ്വദേശി ജോണിയുടേതാണ് താറാവുകൾ. കൊയ്ത്തിനു ശേഷം വയലുകളിൽ ലഭിക്കുന്ന പ്രകൃതിദത്ത തീറ്റയാണ് ഇവയുടെ പ്രധാന ആശ്രയം. അതേസമയം കൂട്ടം തെറ്റിയും രോഗവും മൃഗങ്ങളുടെ ആക്രമണവും മറ്റുമായി താറാവുകളുടെ എണ്ണവും കുറയുന്നുണ്ടെന്ന് സുദേവൻ പറഞ്ഞു. മാർഗം ഇത് എന്തെങ്കിലും ജീവിക്കട്ടെ പറഞ്ഞിട്ട് വന്നതാ. നെല്ല് എന്തെങ്കിലും പെറുക്കി തിന്നു പോകാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും യൂണിയൻ ഉണ്ട്. പാലക്കാട് ജില്ലയിലെ യൂണിയൻ ഇല്ല. അതൊരു കഷ്ടമാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലും തോടുകളും ജലസ്രോതസ്സുകളും ജീവജാലങ്ങൾക്ക് അഭയകേന്ദ്രങ്ങളായി തുടരുകയാണ്. 5 മാസം പ്രായം വരെയുള്ള കാലയളവിൽ കേരളത്തിനകത്തും പുറത്തുമായി പാടശേഖരങ്ങൾ തേടിയുള്ള താറാവുകളുടെ യാത്ര തുടരുകയാണ്. TCV ന്യൂസ്, കുന്നംകുളം. സ്തുത്യർഹ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് തൃശൂർ റൂറൽ പോലീസ് യാത്രയയപ്പ് നൽകി. ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ SI ER സിജിമോൻ, പെരിങ്ങോട്ടുകര 8 പോസ്റ്റിലെ GSI K സജീവ്, ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ GSI NS സാജൻ എന്നിവർക്കാണ് ഇരിങ്ങാലക്കുടയിലെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ വെച്ച് യാത്രയയപ്പ് നൽകിയത്. ചടങ്ങ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് KSTA യാത്രയയപ്പ് നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് TM ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് VM റിയാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PC സിംല, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജിത പടാരിൽ, PM മോഹൻരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവബലി തിങ്കളാഴ്ച നടക്കും. വിശേഷാൽ പൂജകൾക്ക് ശേഷം രാവിലെ 10 മണിക്ക് മാതൃബലിക്കല്ലിൽ ബലി തൂവും. പള്ളിവേട്ട ചൊവ്വാഴ്ച നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി പകൽ മുഴുവൻ തിരുവാതിരക്കളിയും വൈകിട്ട് നൃത്യങ്ങളും അരങ്ങേറും. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും 3 നേരവും അന്നദാനം ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ് എന്നിവർ അറിയിച്ചു.
പെസഹ വ്യാഴം ഈസ്റ്റർ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പരീക്ഷകൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് മരത്താക്കര മേരി ഇമാക്കുലേറ്റ് ചർച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജാക്സൺ തെക്കേക്കര, കൈക്കാരന്മാരായ പോൾസൺ മാടമ്പി, റപ്പായി മാടാനി, ഷൈജു പെരിഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ആദൂർ മഹാത്മാ LP സ്കൂളിന്റെ 75ാം വാർഷികാഘോഷം ഡോക്ടർ യുയാക്കീം മാർ കുരുലോസ് സഫ്രഗൻ മെത്രോപൊലിത്ത ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ PK വിനയകുമാരൻ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന പ്രധാന അധ്യാപിക KV ഗീതയ്ക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. മുൻ പ്രധാന അധ്യാപകൻ ഗംഗാധരന്റെ എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ PT ഗോപി, PTA വിന്യ ജയൻ, ജലീൽ ആദൂർ, സജീവ് ചാത്തനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രപ്പനി കണ്ണമ്പുള്ളിപ്പുറം പെരുമ്പടപ്പ ഈസ്റ്റ് UP സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക SD ബിന്ദുവിന് യാത്രയയപ്പ് നൽകി. ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പത്മജ അജയൻ അധ്യക്ഷയായി. എടത്തിരുത്തി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ് പ്രതിഭകളെ ആദരിച്ചു. നാട്ടിക ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, താലം എഴുന്നള്ളിപ്പ്, ശീവേലി, അന്നദാനം എന്നിവ നടന്നു. 3 ആനകൾ അണിനിരുന്ന പകൽപൂരത്തിൽ കൊമ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തൃപ്രയാർ അനിയന്മാരുടെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാർ അണിനിരുന്ന ചെണ്ടമേളം അകമ്പടിയേകി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ AS പത്മപ്രഭ, EV ധർമ്മൻ, PK ഹരിഹരൻ, UB അജയൻ എന്നിവർ നേതൃത്വം നൽകി. പറപ്പൂർ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചെറുമൽ പാലിയേറ്റീവ് ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് CC ഹാൻസൺ അധ്യക്ഷത വഹിച്ചു. അരക്കുളത്തിൽ സാവിത്രി ശങ്കപ്പ, ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി, സിസ്റ്റർ സാലി പോൾ, ഫാദർ പോൾ തേക്കാനത്ത്, തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,575 രൂപ, പവന് 1,80,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തൃശൂരിലെത്തും. കർശന സുരക്ഷയിൽ തൃശൂർ നഗരം. SDPIയുടെ വോട്ട് തള്ളാതെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. യഥാർത്ഥ വിശ്വാസികളൊക്കെ തങ്ങളുടെ കൂടെയാണ്. CC മുകുന്ദൻ വർഗവഞ്ചകനാണെന്നും ബിനോയ് വിശ്വം. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഉല്ലൂരിൽ നടന്നതെന്ന് LDF സ്ഥാനാർത്ഥി K രാജൻ. പാഴായിപ്പോയ 10 വർഷങ്ങളാണ് ഉല്ലൂരിനെ സംബന്ധിച്ച് കടന്നുപോയതെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്ങണ്ടം. കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായ തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസ് വീണ്ടും തിരിച്ചു കോൺഗ്രസിലേക്ക്. KPCC നേതൃത്വത്തിന് ഖേദം അറിയിച്ചതിനെ തുടർന്നാണ് ലാലി ജെയിംസിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്തത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് തിരൂരിൽ തുടരുന്നു. പ്രതിനിധി സമ്മേളനം നാളെ സമാപിക്കും. വിശ്വാസ തീവ്രതയിൽ വിശുദ്ധ വാരാചരണത്തിനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. ഓശാന ഞായർ ദിനത്തിൽ ഭക്തി നിർഭരമായ കുരുത്തോല പ്രദക്ഷിണം. ഭൂമിയിലെ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം നാളെ. പൂരപ്പങ്കാളികളാകുന്നത് 24 ക്ഷേത്രങ്ങൾ. കൂട്ടിയെഴുന്നള്ളിപ്പ് ചൊവ്വാഴ്ച പുലർച്ചെ. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്.